സാമൂഹിക പുരോഗതിയിൽ ഗവേഷണത്തിനുള്ള പങ്ക് എന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഗവേഷണത്തിലൂടെയാണ് പുതിയ അറിവുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായ നയം നമ്മൾ രൂപീകരിക്കുന്നത് ശാസ്ത്ര, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ ഗവേഷണ ഫലങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ അറിവുകൾക്കനുസൃതമായാണ്. എപ്പോഴെല്ലാം പുതിയ ഗവേഷണത്തിന് അഥവാ പുതിയ അറിവുകളെ തേടിയുള്ള അന്വേഷണത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം സാമൂഹിക പുരോഗതിയിലും അതിനനുസരിച്ചുള്ള കുറവുകളുണ്ടാകുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാലത്ത് ലോകം തന്നെ ഉറ്റുനോക്കിയിരുന്ന പല കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും നടത്തിയിരുന്ന രാജ്യങ്ങൾ പലതും അന്ധവിശ്വാസങ്ങൾക്കും വംശീയതക്കും കീഴ്പ്പെടുന്നതും അങ്ങനെ അവരുടെ സുപ്രധാന അജണ്ടയിൽ നിന്നും ഗവേഷണം പുറകോട്ടു പോകുന്നതും ആ രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക പുരോഗതി അപകടത്തിലാകുന്നതുമെല്ലാം നാം കണ്ടിട്ടുണ്ട്. ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളാകട്ടെ കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇന്ന് നമ്മുടെ രാജ്യത്തെ ഗവേഷണ രംഗം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വിശദമായ പരിശോധനകൾ നടത്തേണ്ടത്. ഗവേഷണത്തിന് ഫണ്ട് ലഭ്യമാക്കുന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യം ഏറെ പിറകിലാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പല വികസ്വര രാജ്യങ്ങളും GDP-യുടെ 3% ഗവേഷണങ്ങൾക്കായി ചിലവഴിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് അത് കേവലം 0.6% മാത്രമാണ്. അതേസമയം തന്നെ ഗവേഷണത്തിനായി നീക്കിവെക്കുന്ന തുക അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രീയ സത്യങ്ങളായി അവതരിപ്പിക്കാനും അങ്ങനെ വ്യാജ നിർമ്മിതികളുടെ അടിസ്ഥാനത്തിൽ വംശീയതക്ക് വേരുറപ്പുണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാനുമാണ് പലപ്പോഴും വിനിയോഗിക്കപ്പെടുന്നത്. ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ്. കഴിഞ്ഞ 5 വർഷത്തെ CSIR, UGC നെറ്റ്, JRF ഫെലോഷിപ്പിൻ്റെ കണക്കെടുത്താൽ ഗവേഷണ രംഗത്ത് നിന്ന് സർക്കാർ പിൻവാങ്ങുന്നതിൻ്റെ അടയാളങ്ങൾ കാണാനാകും. 2019 നിന്നും 2023 ഫെലോഷിപ്പുകളുടെ എണ്ണം പകുതിയായി കുറഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ ശാസ്ത്ര ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ നൽകി വന്നിരുന്ന നെഹ്റു സയൻസ് ഫെലോഷിപ്പ് കഴിഞ്ഞ 5 വർഷമായി നൽകിയിട്ടേയില്ല. ഗവേഷണ സ്ഥാപനങ്ങളുടെ മുൻകൈയിൽ നടത്തുന്ന സിമ്പോസിയങ്ങൾക്ക് നൽകുന്ന തുക 1/3 വെട്ടിച്ചുരുക്കി. ഗവേഷകർക്ക് നൽകിയിരുന്ന ട്രാവൽ ഗ്രാൻറ്റും ഇതേപോലെ 1/3 വെട്ടിച്ചുരുക്കി.